കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കും. സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കണ്ണൂർ ജയിലിൽ സന്ദർശനം നടത്തും. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നാണ് ഈ പ്രത്യേകം നിയോഗിച്ച സംഘം കണ്ണൂരിലെത്തുക. അതിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ, അതുപോലെ തന്നെ മുൻ DGP ജേക്കബ് പുന്നൂസ് അടക്കം എന്നിവരടങ്ങുന്നതാണ് ഈ ഒരു സമിതിയിലുള്ളത്. ഇവരുടെ സന്ദർശനം 2 ദിവസമാണ് നീണ്ടു നിൽക്കുക. ഈ സന്ദർശനത്തിൽ ഈ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരെ അടക്കം മൊഴിയെടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇതിന് ഒരു സംഘം രൂപീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്കറിയാവുന്ന പോലെ അന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയത് വളരെ വലിയൊരു വിവാദമായിരുന്നു. അതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ജയിൽ ഉദ്യോഗസ്ഥർക്കടക്കം വലിയൊരു വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ ഒരു അന്വേഷണത്തിനായി, ഒരു സമഗ്ര അന്വേഷണത്തിനായി നിർദ്ദേശം നൽകിയതും. അങ്ങനെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഒരു സംഘം, അതായത് ജസ്റ്റിസ് CN രാമചന്ദ്രനും മുൻ DGP അടങ്ങുന്ന സംഘം ഇന്ന് കണ്ണൂരിലെത്തുക. ആ ഒരു 2 ദിവസ സന്ദർശനത്തിനാണ് ഇവരെത്തുക. ഈ ഒരു സന്ദർശന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം തടവുകാരെ അടക്കം ഇവർ മൊഴിയെടുക്കുന്നതായിരിക്കും. ഇതിന് എങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇവരുടെ മൊഴിയെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു 2011 ഒരു കൊലക്കേസിലാണ് ഈ ഒരു ഗോവിന്ദചാമി ജയിലിലാവുന്നത്. അതിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്ന ആ ഒരു സമയത്തിനായിരുന്നു, ആ ഒരു ശിക്ഷ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നവരെ അനുഭവിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു ഗോവിന്ദചാമി ജയിൽ ചാടിയത്. ആ ഒരു സമയം തന്നെ എങ്ങനെ ഇത്രയും വലിയൊരു സുരക്ഷാ ജയിലിൽ നിന്ന് എങ്ങനെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളതിൽ അപ്പോഴും കുറേ പേർ ചോദ്യം ഉയർത്തിയിരുന്നു. ഇത് പോലീസുകാരുടെ അല്ലെ ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ എന്നുള്ളതടക്കം ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരമായാണ് ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നാണ് ഈ ഒരു സമിതി കണ്ണൂരിലെത്തുക. ഇന്ന് തടവുകാരടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ജയിൽ ഉദ്യോഗസ്ഥരെ അടക്കം മൊഴിയെടുക്കുന്നതായിരിക്കും. ദീപ്തി.